നമസ്കാരം. ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ലോകം ഉറ്റുനോക്കുകയാണ് ജൂലൈ 5-ന് ജപ്പാനിൽ എന്ത് സംഭവിക്കും എന്ന്. വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കാം എന്നാണ് ജാപ്പനീസ് ബാബ വങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തത്സുകിയുടെ പ്രവചനം. കോവിഡ് വ്യാപനവും 2011 സുനാമിയും ഒക്കെ നേരത്തെ തത്സുഗി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകരുടെ വാദം. ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നതും ഇവർ പറയുന്നുണ്ട്. 2011 ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു എന്നും അവകാശവാദമുണ്ട്. അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചിരിക്കുന്നത് പോലെ ദുരന്തമുണ്ടായത് എന്നും തെളിവുകളടക്കം ഇവർ കാണിക്കുന്നുമുണ്ട്. ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് 1999 2011 ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗമാണ് ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ റിയോ തത്സുഗിയുടെ വാദങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങ് തള്ളിക്കളയുന്നില്ല ജപ്പാൻകാർ. തത്സുഗി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് 1999 ഇവർ തൻ്റെ കൃതി പുറത്തിറക്കുന്നത്. ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ കവർ പേജിലായിരുന്നു 2011 ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ കൃതിയിൽ ആകെ 15 സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ 13 ഇതുവരെ സത്യമായതായി ഇവരുടെ ആരാധകർ വാദിക്കുന്നുണ്ട്. ഡയാന രാജകുമാരിയുടെ മരണവും കോവിഡ് വ്യാപനവുമൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് വാദം. ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഇല്ല എങ്കിലും ഇൻ്റർനെറ്റിൽ ജൂലൈ 5-ന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റ് പോലെ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഈയൊരു ദിവസത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ആരാധകർ ഭീതിയിൽ തന്നെയാണ്. ആളുകൾ ഭയചകിതരായിരിക്കുകയാണ്. ഇതോടെ ജപ്പാൻ, ഹോങ്കോങ്, തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കും ഇടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കി പൂർണ്ണമായും. ജൂലൈ 5-മായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങൾ ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും പലരും റദ്ദാക്കി. ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം സാരമായി ബാധിച്ചു. യഥാർത്ഥത്തിൽ ഭൂകമ്പ ഭീഷണി നേരിടുന്ന ജപ്പാൻ ഇപ്പോൾ ഭീതിയുടെ നിഴലിൽ തന്നെയാണ്. ഇത് ജപ്പാനിലെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി അവിടെ സാമ്പത്തിക ഘടനയെ പോലും ബാധിച്ചു. പ്രവചനത്തെ ശരിവച്ച കഴിഞ്ഞ മാസങ്ങളിലെ കണക്കുകൾ പ്രകാരം ചെറുതും വലുതുമായ 700-ലധികം ഭൂകമ്പങ്ങളാണ് ടൊഗാരോ ദ്വീപുകളിലടക്കം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ക്യൂഷുവിലെ മൗണ്ട് ഷിൻമോ പൊട്ടിത്തെറിച്ച് 500 മീറ്റർ ഉയരത്തിൽ ചാരവും പൊടിപടലങ്ങളും ആകാശത്തിലേക്ക് എത്തിയതും ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അഗ്നിപർവ്വത അലേർട്ട് ലെവൽ 3 ഉയർത്തുകയും ചെയ്തു. താമസക്കാരുടെ അകലം പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയതും വലിയ രീതിയിൽ ചർച്ചകളായി. ഇതോടെ ഇത് രാജ്യവ്യാപകമായ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്തത്. ജപ്പാനിലെ ജനങ്ങളുടെ ഈ ഭീതിക്ക് ആക്കം കൂട്ടിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിയോ തത്സുഗിയുടെ 1999 പുറത്തിറങ്ങിയ ദ ഫ്യൂച്ചർ ഐസോ എന്ന ലേഖനം തന്നെയാണ്. 2011 വിനാശകരമായ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുമെന്ന പ്രവചനം ശരിയായതോടെ ജപ്പാനിലെ ജനങ്ങൾ മാങ്ക പ്രവചനത്തിൽ വിശ്വസിക്കുന്നു. 2025 ജൂലൈ 5-ന് ഒരു വലിയ ദുരന്തം ജപ്പാനെ കാത്തിരിക്കുന്നതായാണ് മാങ്ക പ്രവചനത്തിൽ ഉള്ളത്. ആ തീയതിയിലേക്ക് അടുക്കുന്ന സമയത്ത് തന്നെ ചെറിയതും വലുതുമായ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമ്പോൾ മാങ്ക വീണ്ടും വൈറലായി. സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ഫോറങ്ങളിലും ഈ പ്രവചനം ആധിപത്യം സ്ഥാപിച്ചു. അതേസമയം മാങ്കയും നിലവിലെ ഭൂകമ്പ പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം ജപ്പാനിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞരും JMAയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കൃത്യമായ സമയമോ സ്ഥലമോ ഉപയോഗിച്ച് ഭൂകമ്പങ്ങൾ പ്രവചിക്കാൻ ഒരു ശാസ്ത്രീയ രീതിയും നിലവിലില്ല എന്നവർ ഊന്നി പറയുന്നുണ്ട്. പരിഭ്രാന്തിക്ക് പകരം തയ്യാറെടുപ്പിന് മുൻഗണന നൽകണമെന്നവർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ജപ്പാന്റെ ബാബ വങ്ക എന്നറിയപ്പെടുന്ന തത്സുഗി എന്നും വാർത്താ താരം തന്നെയാണ്. സമുദ്രങ്ങൾ തിളച്ചുമറിയുന്നു, കടലിനടിയിലെ വിള്ളൽ തുടങ്ങിയ വാക്യങ്ങളുള്ള അവരുടെ സ്വപ്നങ്ങളിലെ ദർശനങ്ങളും പ്രതീകാത്മക മുന്നറിയിപ്പുകളും വളരെയധികം പേർ വിശ്വസിക്കുന്നുണ്ട്. ഭൂമിയെ വിറപ്പിക്കുന്ന ഭൂചലനങ്ങൾ കൊണ്ട് നിറഞ്ഞ ജപ്പാൻ ജൂലൈ 5-ാം തീയതി അടുക്കുമ്പോൾ ആ ദുരന്തം സംഭവിക്കുമോ എന്ന് പോലും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ജൂലൈ 5 ഡിസാസ്റ്റർ, റിയോ തത്സുഗീസ് പ്രൊഡിക്ഷൻ തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. ആളുകൾ വല്ലാതെ ഭീതിയിൽ തന്നെയാണ്. ഇത്തരം അനാവശ്യ ഭീതി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന ജപ്പാനിലെ അധികൃതരടക്കം മുന്നറിയിപ്പ് നൽകി എങ്കിലും ആളുകൾ അത് കേട്ട ഭാവമില്ല. ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് സർക്കാർ വൃത്തങ്ങളും വിദഗ്ധരും വാദിക്കുന്നുണ്ട് എങ്കിലും ഇനി ദുരന്തം സംഭവിച്ചാലോ എന്ന ഭീതി ആളുകൾക്കുണ്ട്. അവർ ആ ഒരു കാര്യവും പറഞ്ഞാണ് ഇതിനെ എതിർക്കുന്നത്.